ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. പുണ്യ റസൂൽ അവസാന കാലം വരുമ്പോൾ ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടവർഗം പണ്ഡിതന്മാരായിരിക്കും. ഇന്നത്തെ പണ്ഡിതന്മാർ അങ്ങനെ ആയി എന്ന് ഞാൻ പറയല്ല, ആയിട്ടില്ല എന്ന് ഞാൻ പറയല്ല, അതെനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ദിവസം ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട്. ഉലമാഉഹും, അവരുടെ കാലഘട്ടത്തിൽ ഉലമാഉഹും ഇൽമുള്ളവർ, ബോധമുള്ളവർ എന്നാണോ പറഞ്ഞത്? അപ്പൊ അവർക്ക് എന്തുണ്ട് നബി സമ്മതിച്ചു? പറയട കുട്ടി, അവർക്ക് അവരുടെ ജനതയിൽ എന്തുണ്ട്? ഉലമാഉഹും ജുഹലാഉഹും എന്നാണോ? അവരുടെ കൂട്ടത്തിലെ ജാഹിലീങ്ങൾ എന്നാണോ? അവരുടെ കൂട്ടത്തിലെ ആലിമീങ്ങൾ. അപ്പൊ അവർക്ക് എന്തുണ്ട്? ഇൽമുണ്ട് നബി അംഗീകരിച്ചില്ലേ? ഇൽമുണ്ട്. പക്ഷേ ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടര് ആ ഉലമാക്കളായിരിക്കും. ഇൽമുണ്ടോ? ഉണ്ട്. ബോധമുണ്ടോ? ഇല്ല. പറയടോ, നിന്നെ പഠിക്കണേ. ഇൽമില്ലേ? ഉണ്ട്. എന്തില്ല? ബോധമില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ഫഹ്ബലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിർ ദംബിൽ അളീമി. രണ്ട് തോട്ടമുള്ള ഒരു തോട്ടക്കാരനെ പോലെയാണ് റബ്ബ്. വിശാലമായ രണ്ട് തോട്ടം, ഒരു വിശാലമായ തോട്ടം, അതിന് താഴെ അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു തോട്ടം. ഒരു തോട്ടത്തിൻ്റെ വിശാലത പറഞ്ഞറിയിക്കാനോ ചിന്തിച്ചു തീർക്കാനോ കഴിയൂല. അങ്ങനത്തെ ഒരു തോട്ടം. ആ തോട്ടം അവൻ്റെ സന്തോഷത്താലും അവൻ്റെ തൃപ്തിയാലും അധിഷ്ഠിതമായ തോട്ടമാണ്. അങ്ങനെ പ്രവിശാലമായ ഒരു തോട്ടം, അതിൻ്റെ അളവ് മനുഷ്യന് എണ്ണി കണക്കാക്കാനേ കഴിയൂല. അങ്ങനത്തെ തോട്ടം. ഒന്ന് അത്യാവശ്യ സൗകര്യങ്ങളുള്ള മറ്റൊരു തോട്ടം. ഇത് രണ്ടും റബ്ബിൻ്റെ ഉടമസ്ഥതയിലാണ്. അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന വിശാലമായ സൗകര്യങ്ങൾ വേറെയുമുണ്ട്. മാലിക്കായ റബ്ബ് തൻ്റെ അടിമയെ ഒരു തോട്ടത്തിലേക്ക് അയച്ചു. എന്തിനാണ് ഈ തോട്ടത്തിലേക്ക് അയക്കുന്നത്? എൻ്റെ രണ്ടാമത്തെ തോട്ടത്തിലേക്ക് നീ ഏകാഗിയായി പോകണം. അതിനിടയിൽ പ്രവിശാലമായ ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമി നീ താണ്ടിക്കിടക്കണം. ആ മരുഭൂമി താണ്ടിക്കിടക്കുമ്പോൾ നിനക്ക് ഒന്ന്, നീ ഏകാഗിയാണ്. രണ്ട്, അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. വിശാലമായ മരുഭൂമിയാണ് നീ താണ്ടിക്കിടക്കേണ്ടത്. അവിടെ യാതൊരു സൗകര്യവും നിനക്ക് ചെയ്തു തരാനില്ല. അവിടുത്തെ ഒരു സൗകര്യം കൊണ്ട് അവിടെ വിട്ടുകിടക്കാൻ നിനക്ക് കഴിയുകയുമില്ല. പിന്നെ നീ എൻ്റെ രണ്ടാമത്തെ തോട്ടത്തിലെത്തും. ആ രണ്ടാമത്തെ തോട്ടം എന്നാൽ ആരുടെയും കണ്ണഞ്ചിപ്പോകുന്ന തോട്ടമാണ്. വല്ലാത്തൊരു തോട്ടമാണ്. ആ തോട്ടത്തിന് ഒരു ഉപമ പറഞ്ഞെടുക്കാനും കഴിയൂല. പക്ഷെ ഒന്നാമത്തെ തോട്ടം വിട്ട് രണ്ടാമത്തെ തോട്ടത്തിനിടയിൽ വിശാലമായ മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ നിനക്ക് സഹായികളുമില്ല. ഒരാൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അവരവരുടെ തന്നെ കയ്യിൽ അപര്യാപ്തമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള തോട്ടമാണ്, മരുഭൂമിയാണത്. പക്ഷേ ഈ തോട്ടത്തിലെ സൗകര്യങ്ങൾ ഒന്നാമത്തെ തോട്ടത്തിനെ നിനക്ക് ഹലാലാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ തോട്ടത്തിലെ സൗകര്യങ്ങൾ നീ പരമാവധി ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് മരുഭൂമി താണ്ടിക്കിടക്കാനുള്ള എല്ലാവിധ പാഥേയങ്ങളും എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും നേട്ടങ്ങളും ആവശ്യമായ സൗകര്യങ്ങളും നീ ഒന്നാമത്തെ തോട്ടത്തിൽ നിന്ന് കൈക്കലാക്കണം. ഒന്നാമത്തെ തോട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായതെല്ലാം നീ ജീവിക്കുന്ന അളവിൽ നിനക്കെടുക്കുകയും ചെയ്യാം. പക്ഷേ നിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടാമത്തെ തോട്ടമായിരിക്കണം. ആ രണ്ടാമത്തെ തോട്ടം താണ്ടേണ്ട മരുഭൂമിയിൽ നിനക്ക് ഉപയോഗപ്പെടുത്തേണ്ട വസ്തുക്കൾ നീ ഒന്നൊന്നായി കൈക്കലാക്കണം. എത്ര കാലം ആ മരുഭൂമി താണ്ടിക്കിടക്കാൻ കഴിയും എന്ന് പറയാനാവില്ല. എന്നാൽ ആ മരുഭൂമിയിൽ നിന്ന് രണ്ടാമത്തെ തോട്ടത്തിൽ എത്തുന്നത് വരെയുള്ളതെല്ലാം എടുക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു വിരോധവും ഇല്ല. ഒന്നാമത്തെ തോട്ടത്തിൽ നിന്ന് ഞാൻ എപ്പോഴും നിന്നോട് പുറപ്പെടാൻ ആവശ്യപ്പെടാം.
അപ്പോൾ നീ ഇറങ്ങേണ്ടി വരും എന്ന് കൽപ്പിച്ച ഒരു ഉടമക്കാരനെ പോലെയാണ് നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധം എന്ന് മനസ്സിലാക്കണം. കയറിയിരിക്കും, ബാക്കിലിരിക്കട്ടെ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യജമാനായ ഉടമക്കാരന് 2 തോട്ടങ്ങളുണ്ട്. ഒന്ന് ചെറിയ തോട്ടം, എന്നാലും അതിൽ അത്യാവശ്യ സൗകര്യങ്ങളുണ്ട്. ഒന്ന് കുറച്ച് ദൂരെ വലിയ തോട്ടം, അതും നിനക്കുള്ളതാണ്. അതിൻ്റെ സൗകര്യങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷെ അത് രണ്ടിനിടയിൽ വിശാലമായ മരുഭൂമിയുണ്ട്. ആ വിശാലമായ മരുഭൂമി താണ്ടിക്കിടക്കാനുള്ള ആയുസ് അനുവദിക്കും. പക്ഷേ സൗകര്യങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ അനുവദിക്കൂല. എത്ര കാലം എന്ന് പറയാൻ കഴിയില്ല. അത്രയും കാലമാണ് ഈ മരുഭൂമി താണ്ടിക്കിടക്കേണ്ടത്. ആ മരുഭൂമി താണ്ടിക്കിടക്കുമ്പോൾ ആവശ്യമായതെല്ലാം നിനക്ക് ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് ഞാൻ പറയുമ്പോൾ പുറപ്പെടണം. എപ്പോൾ പറയും അറിയില്ല. അതെനിക്ക് വിചാരിക്കുമ്പോൾ ഞാൻ പറയും. എനിക്കറിയാം നീ എപ്പോഴാണ് പുറപ്പെടേണ്ടതെന്ന്, പക്ഷെ നിന്നോട് ഞാൻ പറയൂല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഒന്നാമത്തെ തോട്ടം നിൻ്റേത്, രണ്ടാമത്തെ തോട്ടവും നിൻ്റേത്. അതേസമയം നിൻ്റെ കയ്യിൽ ഒരു സമാനങ്ങൾ നേടിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നീ രണ്ടാമത്തെ തോട്ടത്തിൽ എത്തൂല. അതിനിടയിൽ ചില കുഴികളുണ്ട്. ആ കുഴി വീണു, പിന്നെ ആ കുഴി നനയ്ക്കാൻ കഴിയില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതന്നെ നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് തന്നെ. അപ്പോൾ അടിമയുടെ എന്നാൽ ഇവിടെ ആവശ്യമുള്ളതൊക്കെ അനുഭവിക്കാം. ഓരോരുത്തർക്കും ഓരോ തരം ചോയ്സ് ആയിരിക്കും. ആ ചോയ്സിന് അവൻ നിശ്ചയിച്ചും റബ്ബ് തന്നെയാണ്. ചില ആളുകൾക്ക് ഭക്ഷണത്തോട് അമിതമായ പ്രിയമായിരിക്കും. അതൊരു തരം മണ്ണാണ്. ചില ആളുകൾക്ക് വസ്ത്രത്തോടെ ഇരിക്കും അമിതമായ പ്രതിപത്തി, അത് വേറൊന്നാണ്. ചില ആളുകൾക്ക് പെണ്ണിനോടാണ് അമിതമായ പ്രതിപത്തി, അത് വേറൊരു കാര്യമാണ്. അവിടെയും നിനക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമം പാലിച്ചാൽ മതി. അതൊക്കെ നിനക്ക് എടുക്കാം. പക്ഷെ നിന്റെ ലക്ഷ്യം സമ്പാദ്യമായിരിക്കണം. ആ സമ്പാദ്യത്തിനിടയിൽ നിനക്ക് ആവശ്യമായതൊക്കെ നിനക്ക് എടുക്കാം. കാരണം ഇവിടെയുമാണല്ലോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇണകളെ സംവിധാനിച്ചത്. നിങ്ങൾക്കൊരു സമാധാനം കിട്ടണം. കാരണം ഇവിടെ നിങ്ങൾക്ക് ചൂടായ പണിയാണ്, 1 മിനിറ്റ് ഇല്ലാത്ത പണിയാണ്. അപ്പം അതിന് പണീൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടണം. അപ്പം സമാധാനത്തിന് വേണ്ടി നിങ്ങൾക്കൊരു സംവിധാനം ഉണ്ടാക്കി തന്നു. എന്താണ് അത്? പെണ്ണിനാണ്. ഒമിനായാത്തി അള്ളാഹുവിൻ്റെ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി. ഒമിനായാത്തി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അനഖലഖലക്കും നിങ്ങൾക്ക് അള്ളാഹു സംവിധാനിച്ചു തന്നു. മിൻ അൻഫുസിക്കും നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ അസ്വാജൻ നിങ്ങളുടെ ഇണകളെ. ആണിന് പെണ്ണിനാണ്. ലിതസ്കുനു ഇലൈഹ ആ ഇണയുടെ അടുത്ത് ചെല്ലുമ്പോൾ സമാധാനം കിട്ടും. മറ്റേ ചൂടാ, ഫുൾ ടൈം ചൂടാ. എന്താണ് ചൂട്? എന്താണ് ചൂട്? എന്താണ് ചൂട്? ഭയങ്കര തിരക്കുള്ള പണിയാണ്. അപ്പം തല ചൂടാവും. ആണിനും ചൂടാവും, പെണ്ണിനും ചൂടാവും. അപ്പം എണ്ണയെ കാണുമ്പോൾ തണുക്കും. ആ ഇണകൾക്ക് നിങ്ങളോടും നിങ്ങൾക്ക് അവരോടും അവർക്ക് നിങ്ങളോടും ഒരു പ്രേമവും ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മതിയാവും ചെയ്യും. ഈ പ്രേമവും പിന്നെ നിങ്ങൾക്കിടയിലുള്ള ബന്ധവും അത് മതിയാവും നിങ്ങൾക്ക് ചൂട് തണുക്കാൻ. എന്തെങ്കിലും പണി? മരുഭൂമി താണ്ടി കിടക്കാനുള്ള ഒരു സമാനങ്ങൾ നേടണം. അതിനിടയിൽ ആ പണിക്കടയിൽ നിങ്ങൾക്ക് ഭയങ്കര പണിയാകുമ്പോൾ റിഫൈനറിയിൽ, കുവൈത്തിൽ റിഫൈനറിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ബന്ധുവിനെ ഈ ആഴ്ച ഞാൻ കണ്ടു. ഒരാളുടെ അമ്മോശാക്കാനെ ഞാൻ ഈ ആഴ്ച പെരുന്നാളിന് കണ്ടു. അപ്പോൾ മരുമോൻ്റെ വർത്തമാനം എന്താണെന്ന്
എൻ്റെ കൂടെയുള്ള ആൾ ചോദിച്ചു, അവർ കുടുംബത്തിലൊന്നൊരു ബന്ധമുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു, മരുമോന് 56 ദിവസം ആകുമ്പോൾ വരും, 28 ദിവസം ഇവിടെ നിൽക്കും, പിന്നെ പോകും. അപ്പോൾ ഡ്യൂട്ടി കമ്പനി ടിക്കറ്റും കൊടുക്കും. ഡ്യൂട്ടി എത്രയേ ഉള്ളൂ? 56 ദിവസം ഡ്യൂട്ടി, 28 ദിവസം ലീവ്. 56 ദിവസം കഴിഞ്ഞാൽ റിട്ടേൺ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പോയി കൊടുക്കും. പക്ഷെ ഇവിടെ ജോലി റിഫൈനറിയില്ല ജോലി, അതായത് മരുഭൂമിയുടെ നടുവിൽ ഡ്യൂട്ടിയാണ്. അതിന് റിഫൈനറികൾ പോയാൽ പിന്നെ അങ്ങാടി കാണാൻ കഴിയില്ല, മരുഭൂമി നടുവില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, കടലിൽ നിന്ന് എണ്ണ എടുക്കുന്ന സ്ഥലത്തും കപ്പലിൽ ഇരുന്ന് പണിയെടുക്കും 86 ദിവസം. അതിനെൻ്റെ കുട്ടീനെ ആക്കാത്തതും ബാക്കിയാണ്. അവിടെ പോയാൽ അതിനേക്കാൾ വലിയ കഷ്ടമാണ്. മരുഭൂമി ആകുമ്പോൾ പിന്നെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, മറ്റേതൊരു നിർവാഹമില്ല. കപ്പലിൽ തന്നെ കഴിയണം 56 ദിവസം. കപ്പൽ നിർത്തിയിട്ടിരിക്കുക 56 ദിവസം. മനസ്സിലാവേണ്ട പറഞ്ഞത് റിഫൈനറിയിലെ ജോലി. അതെ അതെ അതെ, അങ്ങനെയുണ്ട്. അതെ അതെ അതെ, ഒരു മാസം ഡ്യൂട്ടി ഉണ്ട്, ഒരു മാസം ലീവുണ്ട്, അങ്ങനെയുണ്ട്. അത് അത്രയും പണിയാവുമ്പോൾ പിന്നെ സമാധാനം കൊടുക്കണം. അതിനാണ് ഈ ഒരു മാസത്തെ ലീവ്, അല്ലെങ്കിൽ 56 28 ദിവസത്തെ ലീവ്. അത്രയും പണിയാണ്. പണിയുള്ളത് കൊണ്ട് സമാധാനം ഉള്ള പണിയും കമ്പനി തന്നെ ചെയ്തു കൊടുക്കും. അത്രയും വലിയ ഡ്യൂട്ടിയാണ്. പിന്നെ അതിൽ വർത്താനല്ലേ, ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയൻ. അവിടുത്തെ മുഴുവനും കാര്യം അവൾ നോക്കണം. ഉറക്കാൻ കിടക്കുന്നതിനിടയിലാണ് റിഫൈനറിയിൽ പൈപ്പ് പൊട്ടിയെങ്കിൽ അവിടേക്ക് വരണം. പിന്നെ അന്ന് ഉറക്കണ്ടാവില്ല. പിന്നെ പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പൈപ്പ് റിഫൈനറിയിൽ പൊട്ടിയ ഒരു പൈപ്പ് ശരിയാക്കി എടുത്തപ്പോഴത്തേന് പിറ്റേന്ന് സമയത്ത് ഡ്യൂട്ടിൻ്റെ സമയമായി. ആ സമയത്ത് അവിടെ ഹാജരായില്ലെങ്കിൽ നെക്സ്റ്റ് ഒരാളില്ല. അപ്പോൾ 48-72 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്താവുള്ളൂ, ഉറങ്ങാൻ കഴിയുള്ളൂ. ഡ്യൂട്ടിയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. അപ്പൊ സമാധാനം കമ്പനി തന്നെ കൊടുക്കും. ഒരു മാസം ഡ്യൂട്ടി, ഒരു മാസം ലീവ്, ടിക്കറ്റ് ഒരു വക. 56 ദിവസം 28 ദിവസം ലീവ് എന്നാണ് അയാളിനോട്. അപ്പോൾ നിങ്ങോട്ട് നോക്ക്, ഇവിടെ നിങ്ങൾക്ക് സുഖം സൗകര്യങ്ങളൊക്കെ എടുക്കാം, നിങ്ങൾക്ക് ഇണകളെ തന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ഭയങ്കര പണിയാണ്. എന്തിനും പണ്ട് പണി? നിങ്ങൾക്ക് ഇതിന് മരുഭൂമി താണ്ടി കിടക്കാണ്ട് ആ സാധനങ്ങൾ വാങ്ങണം, എടുക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലായില്ലേ? അപ്പൊ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തുന്നത് എന്തിനാ? ഇനി ഒരാൾ അയാള് മരുഭൂമി താണ്ടി കിടക്കാനുള്ളത് മുഴുവൻ എടുക്കുക. എടുത്തിട്ടും അയാൾക്ക് പൂർത്തിയാവില്ല, കഴിയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാൾ കരയും, കൂടുതലൊന്നും എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, എടുത്തിട്ടുണ്ട്, എന്നാലും അയാൾക്ക് അങ്ങനെ തോന്നുള്ളൂ. എന്തുകൊണ്ട്? മനസ്സിലായത് നിങ്ങൾക്ക്? വെള്ളപ്പൊക്കം വന്നപ്പോൾ പോരുന്ന അത്യാവശ്യം അരി സാമാനം എടുത്തിട്ട് പാഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്ത് പായുമ്പോൾ എന്താ തോന്നുക? എടുത്തില്ലല്ലോ. വെളിച്ചെണ്ണൻ്റെ കുപ്പി ഞാൻ കണ്ണിൽ കണ്ടതാണ്, എടുത്തില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇതൊക്കുന്നത് തിന്നള കൊലത്തിലാക്കുക? അല്ലോ, ഇതൊക്കെ എടുത്തു, പക്ഷെ ഉപ്പിൻ്റെ വരനെടുത്തില്ല. അല്ല നോക്കപ്പോൾ ഭർത്താവ് പറഞ്ഞു, ആ കടുകിൻ്റെ പാത്രം ഉണ്ടോ? അല്ലോ, അതും വിട്ടുപോയി. അരിയും കൂട്ടാനൊക്കെ കടുകും വെളിച്ചെണ്ണ കാണാനില്ല, ഉപ്പും കാണാനില്ല. മനസ്സിലാണല്ലോ പറഞ്ഞത്? എടുത്തില്ലല്ലോ. അവരുടെ ശ്രദ്ധ എടുക്കാത്തില്ലായിരിക്കും. ആണോ? അല്ലേ? ഇങ്ങനെ വെള്ളപ്പൊക്കം കൊണ്ട് പോയാണ്. ഇനിയിപ്പം എവിടെ എന്നാ വരികയെന്നറിയില്ല. ഏതൊരു സ്കൂളിൻ്റെ സൈഡാണെങ്കിലും അവിടെ ഒരു സ്റ്റൗ വെച്ചുകൂടാ. സ്റ്റൗ ഉണ്ട്, എല്ലാം ഉണ്ട്. അരിയും കൂട്ടാനും സ്റ്റൗ ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ വെളിച്ചെണ്ണ എടുത്തിട്ടില്ല. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും, അതെല്ലാം എടുക്കേണ്ട സാധനം ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞു, ഇനി അത് വെളിച്ചെണ്ണ ഇല്ലാതെ കൂട്ടിക്കോളും. അപ്പം എൻ്റെ എടുത്ത സാധനത്തിലല്ലേ, എടുക്കാത്ത സാധനത്തിൽ എനിക്ക് ബേജാറുണ്ടാവും. കാരണം എന്നാൽ വെള്ളപ്പൊക്കം നിർന്ന് തിരിഞ്ഞു വരാന്നറിയില്ല. അപ്പൊ അവർ ആദ്യം എടുക്കത്തില്ല. മാമിൻ മസായിൻ ഇല്ലാ വഅന അന്തം നദാമതൻ മദാ യൗമൻ മാ സാദ അമലി. ഒരു വൈകുന്നേരവും ഞാൻ ദുഃഖിക്കാതെ കടന്നു പോയിട്ടില്ല. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം കഴിഞ്ഞല്ലോ, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. സയ്യിദു താബിഈങ്ങളുടെ നേതാവാണ് ഇതെന്ന് ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. ആര്? ഹസനുൽ ബസരി. സഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ താബിഈങ്ങളുടെ നേതാവാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അത്രയും വലിയ മഹാനാണ്. പക്ഷെ ഈ മഹാൻ എന്താ പറയുന്നത്? ദുഃഖമില്ല
ദുഃഖമില്ലാത്തൊരു വൈകുന്നേരവും എനിക്ക് കടന്നു പോയിട്ടില്ല. എന്താ ദുഃഖം? മലാമിന്നിയോ മുൻ മാസാദാമലി, ഒരു ദിവസം കഴിഞ്ഞു ഒരു പണിയൊന്നും ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ലേ? ഉണ്ട്. പക്ഷേ അത്രയും വലിയ മരുഭൂമിയാ താണ്ടി കിടക്കണ്ട്. കൂടിയില്ലേ കൂടി, എടുത്തിട്ടില്ല എന്നേ തോന്നുള്ളൂ. ഇത് ഹസനുൽ ബസ്രി റളിയല്ലാഹുവിന്റെ ഖബർ ഷരീഫിന്റെ തലക്കമ്പർത്ത് ഇങ്ങനെ കല്ലിൽ കൊത്തിവെച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. ബസ്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബസ്രയിൽ പോയി ഹസനുൽ ബസ്രി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഒരു 15 കൊല്ലം മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു വൈകുന്നേരവും എന്നെ ദുഃഖിപ്പിക്കാത്ത ഒരു വൈകുന്നേരവും ഇല്ല. എന്റെ ദിവസം കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് ഒരു അടിമയുടെ അവസ്ഥ. അടിമക്ക് അയാൾ വിട്ടുകിടക്കേണ്ട മരുഭൂമിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട്. 2, അവിടെ എത്തിയപ്പോൾ പിന്നെ മരുഭൂമിയെ മറന്നുപോയി. പിന്നെ അവിടുത്തെ തീറ്റയും കൂടിയും അങ്ങനെ പോയി. 2 തരം അടിമ. ഒരടിമ പറഞ്ഞതുപോലെ കേൾക്കും, ഗൗരവം പോലെ മനസ്സിലാക്കും. രണ്ടാമത്തെ അടിമ പറ രണ്ടാമത്തെ അടിമ അവിടെ കൂടാൻ കഴിയില്ല. പക്ഷെ അവിടെ മാത്രമായിരിക്കും ചിന്ത, മരുഭൂമിയെ പറ്റി ചിന്തയുണ്ടാവില്ല. ഈ രണ്ട് അടിമയും സുഖം കൊടുക്കും. പക്ഷെ ഒരാൾ സുഖിയനാവും, ഒരാൾ സുഖിയനാവൂല. സുഖിയൻ എന്നത് മനസ്സിന്റെ ഒരു സിഫത്താണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. സുഖിയനാവലും സയ്യിദുനാ ഇബ്രാഹിം, സയ്യിദുനാ ഇബ്രാഹിം 99-100 വയസ്സാകുമ്പോൾ ഭാര്യയ്ക്ക് വയസ്സ് 19. ഇതിലും വലിയ സുഖം എന്താ? പക്ഷെ സുഖിയനാണോ? അല്ല. മനസ്സിലായി? 100 വയസ്സ്, 99 അല്ലെങ്കിൽ 100. ആർക്ക്? സയ്യിദുനാ ഇബ്രാഹിം. സയ്യിദുനാ ഇബ്രാഹിം ഭാര്യയ്ക്ക് 19 വയസ്സ്, അതിസുന്ദരി. ഒരു രാജാവിന്റെ അടിമ പെണ്ണുങ്ങളിൽ ഏറ്റവും വലിയ സുന്ദരി. രാജാവ് അത് സറ ബീവി കൊടുത്തു. സറ ബീവി പിന്നീട് ആ അടിമ സ്ത്രീയെ ഇബ്രാഹിം നബിക്ക് ഭാര്യയാക്കി കൊടുത്തു. രണ്ടാമത്തെ ഭാര്യക്ക് ആകട്ടെ 90 അടുത്തു. അടിമയാക്കി തന്റെ കിട്ടിയ അടിമ സ്ത്രീയെ ഇബ്രാഹിം നബിക്ക് കൊടുത്ത ആ ഭാര്യക്ക് 90 അടുത്തു. ഇബ്രാഹിം നബിക്ക് 100 കൊടുത്തു. മനസ്സിലായില്ല? അപ്പൊ കൂടെയുള്ള ഒരു കിളവിയായ ഭാര്യ എന്ത് ചെയ്തു? അതിസുന്ദരിയായ 18-19 വയസ്സിനുള്ള പെണ്ണിനെ കിട്ടിയപ്പോൾ ആ പെണ്ണിനെ യജമാനു കൊടുത്തു, ഭർത്താവിന് കൊടുത്തു. എനിക്ക് ഏതായാലും കുട്ടി ഉണ്ടാവില്ല, ഇതിൽ കുട്ടി ഉണ്ടായിക്കോട്ടെ. മനസ്സിലായില്ല? ചിന്തിക്ക്. പിന്നെ ആ പെണ്ണിനെ ഭാര്യയാക്കി സയ്യിദുനാ ഇബ്രാഹിം. സയ്യിദുനാ ഇബ്രാഹിം പിന്നെ ആ ഭാര്യയോട് കൂടെ കഴിയുക. തിരിച്ച് മക്കയെ കൊണ്ട് നാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേന് അള്ളാഹു തആല ബുറാഖിനെ സൗകര്യപ്പെടുത്തി കൊടുത്തു. എപ്പോൾ കുല്ലമാ അറാദ യദ്ഹബ ഇലൈഹ യദ്ഹബ. എപ്പോഴാണ് ഭാര്യയെ കാണണമെന്ന് തോന്നിയത്, ഈ ചെറുപ്പക്കാരത്തിയുടെ കൂടെ ഒരു രാത്രി കഴിഞ്ഞു വിടണം അല്ലെങ്കിൽ ഒരു പകല് കഴിഞ്ഞു വിടണം എപ്പോൾ തോന്നിയാലും അവിടെ എത്താൻ ബുറാഖ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ണെത്തിനടുത്ത കാലത്ത് ഒരുപാട് കിതാബുകളുണ്ട് ഈ സംഭവം. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല ഭാര്യയെ പോയി കണ്ടുവരാൻ ബുറാഖിനെ ഏർപ്പെടുത്തി കൊടുത്തു. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്തിനാ പോകുന്നത്? ഭാര്യയുമായി ജിമാഅ ചെയ്യാൻ പോവാ, ബുറാഖിന്റെ പുറത്ത് പോകുന്നത്. ഇതിനേക്കാൾ വലിയ സൗകര്യം ഞാൻ തറപ്പ് ചെയ്തത്. ഇങ്ങനെയൊക്കെ സുഖിപ്പിച്ചു. സുഖിയനാണോ? ഉറക്കെ പറ. ഇബ്രാഹിം നബി സുഖിയനാണോ? അല്ല. ബുറാഖ് നമുക്കില്ല. 90 വയസ്സായപ്പോൾ 19-18 വയസ്സായപ്പോൾ കുട്ടി നമുക്കില്ല. പക്ഷെ നമ്മളെ പേരാണ് എന്ത്? പറയണ സുഖിയൻ. സുഖീനല്ല, സുഖീൻ. അസുഖത്തിൽ എന്തെങ്കിലും കമ്മി വന്നാൽ ആ പോയി പറയറ്റ് ചെയ്യും. ചിന്ത മനസ്സിലാക്കി. ഞാൻ ആരാന്ന് വിചാരിച്ചു. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു إلهي لست للفردوس أهلا ولا أقوى على
نار الجحيم توبة فاغفر ذنوبي فإنك غافر ذنب العظيم. നമുക്കിതൊന്നുമില്ല. സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മെർസിഡസിനേക്കാളും വലിയ വാഹനമുണ്ട്. എന്താണത്? തീയിൽ കിടന്നാലും വേവാത്ത ഒരു ശരീരമുണ്ട്. കത്തി കഴുത്തിൽ വെച്ച് മുറിഞ്ഞാലും തൊലി പൊട്ടാത്ത ഒരു മോനുണ്ട്. എന്തൊക്കെയുള്ളത്? പിന്നെയോ പിന്നെ മുതലുണ്ട്. മുതലാളിയാ ആര്? മുതലാളിയാ, പാവല്ല മുതലാളിയാ. ولقد جاءت رسلنا إبراهيم بالبشرى ولقد جاءت رسلنا إبراهيم بالبشرى فما لبث أن جاء بعجل حنيذ. എൻ്റെ ദൂതന്മാർ ഇബ്രാഹിമിൻ്റെ വീട്ടിൽ വന്നു അലൈഹിസ്സലാം. പിന്നെ താമസിച്ചില്ല. ഫമാലബിഥ, പിന്നെ നേരം വൈകിയില്ല. അഞ്ചാ ബിഅജ്ലിൻ ഹനീദ്. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചുട്ടെടുത്ത മൂരിക്കുട്ടനെ തളികയിലാക്കി വെച്ചു കൊടുത്തു. ആരാ വന്ന്? നാലാൾക്ക് മൂരിക്കുട്ടൻ ഇറക്കണമെങ്കിൽ അതിന് മാത്രം ഉണ്ടാവുമല്ലോ. നമ്മളെ പരിയൊക്കെ 10 ആൾ വന്നാൽ മൂരിക്കുട്ടൻ ഇറക്കുമോ? പറയും. എന്താ പറഞ്ഞേ? നമ്മളെ പുരയൊക്കെ 10 ആൾ വന്നാൽ എന്ത് ചെയ്യാം? നമ്മളെ വേണ്ടപ്പെട്ടവർ, നമ്മളെ പുരയിലേക്ക് 10 ആൾ വന്നു. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളെ റൂമിൽ 10 കൊല്ലം ഗൾഫിൽ താമസിച്ചവർ, അല്ലെങ്കിൽ നമ്മളെ ഭാര്യയുടെ ഇഷ്ടപ്പെട്ട ആങ്ങളെയും ചങ്ങായിമാരും പെണ്ണുങ്ങളെ കുടുംബവും അങ്ങനെയൊക്കെയുള്ള ഇഷ്ടപ്പെട്ടവർ ഒക്കെ വന്നു. അപ്പം നമ്മളെന്താ ചെയ്യുക? നമ്മളെ പിന്നെ ബന്ധപ്പെട്ട ആളെ വിളിച്ചാൽ അങ്ങാടി പോയി നല്ല ചർച്ച വന്ന് 4 കിലോ എന്ന് പറഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാ വലിയ സഹയ്യ. فما لبث أن جاء بعجل حنيذ. 4 ആൾ വന്നു സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക്. അപ്പോഴത്തേന് മൂരിക്കുട്ടനെ അറുത്ത് തോല് പൊളിച്ച് നേരെ നിങ്ങളിവിടെ ഇരിക്കുന്ന പറഞ്ഞ് അവരെ പ്രധാന മുറിയിലിരുത്തി. എന്നിട്ട് വേഗം ഭാര്യയുടെ അടുത്ത് പോയി പുറത്തൊന്നും മൂരിക്കുട്ടന്മാരിൽ നിന്ന് ഒന്നിനെ പിടിച്ചു. പെട്ടെന്ന് അതിനെ അറുത്തു, തോല് പൊളിച്ചു, ഭാര്യയെ ഏൽപ്പിച്ചു. ഭാര്യ എന്ത് ചെയ്തു? പെട്ടെന്ന് അതിനെ ചുട്ടിറച്ചി എന്നാൽ അറബികൾക്കും ഇസ്രായേലികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ തളികയിലാക്കി കൊണ്ടുവന്ന് കൊടുത്തു. فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط وامرأته قائمة فضحكت. മനസ്സിലായില്ലേ പറഞ്ഞത്? മൂരിക്കുടനെ കൊണ്ടു. فلما رأى أيديهم لا تصل إليهم. അപ്പോൾ നോക്കുമ്പോൾ ഇവരെ കയ്യെ ഭക്ഷണത്തിലേക്ക് നീളൊന്നില്ല, വെള്ളം കൈ വെക്കുന്നില്ല. നക്കിറഹും വഔജസ മിൻഹും ഖൈഫ, ഒരു വിഷമം തോന്നി, ഒരു പേടിയും തോന്നി. ഖാലു, അപ്പോൾ വന്നവർ പറഞ്ഞു, ലാ തഖഫ്, പേടിക്കേണ്ട, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബിയിലേക്ക് അയക്കപ്പെട്ട ആളുകളാണ്. ഞാൻ ജിബ്രീൽ, മികായിൽ, അത് ഇസ്രാഫീൽ, അത് അസ്രായീൽ, ഞങ്ങൾ 4 ആളാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഞങ്ങൾ 4 ആള് ലൂത്ത് നബിയുടെ ജനതയെ തകർക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കയറി വന്നതാണ്. ഭാര്യ സാറാ ബീവി അപ്പുറത്തുണ്ടായിരുന്നു. അതിഥികൾ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ തിന്നൂല എന്ന് പറഞ്ഞപ്പോൾ ഫളാഹിക്കത്ത്, ഭാര്യ അങ്ങോട്ട് ചിരിച്ചു. പിരിഞ്ചിരി. കാരണം എൻ്റെ മൂരിക്കുട്ടനെ ഞാൻ അർപ്പിച്ചിട്ട് ചുട്ടത് ഈ മലക്കുകൾക്കാണല്ലോ പഠിച്ചവനെ എന്നും പറഞ്ഞ് ചിരിച്ചു. ആര് പറ? വയസ്സത്തേക്ക് ഒരഭിപ്രായം അപ്പോൾ 99, ഒരഭിപ്രായം 99 വയസ്സ്. ഫളാഹിക്കത്ത് എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഫഹാലത്ത് എന്ന് കാണാം. ആ ചെറിയിൽ രക്തം മുട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്നൊരു കുട്ടി ഉണ്ടാകും എന്ന് സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം ആ കേൾവിയോട് പറഞ്ഞു. ഖലത്തിയ വൈലത്ത, എന്ത് വർത്താനത്? അലിതു, ഇനി ഞാൻ പ്രസവിക്കുകയോ? വാദ ബാലി ഷേഖ, ഇയാളാകട്ടെ പെരുന്തൊണ്ടൻ. അജീബ്, ഇത് അത്ഭുതം തന്നെയല്ലേ? ഇത് വല്ലാത്തൊരു അത്ഭുതമല്ലേ എന്തെങ്കിലും ഈ പറയുന്നത്? ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്,
അള്ളാഹിൻ്റെ കൽപ്പന വന്നിട്ട് അതിൽ നീ ആശ്ചര്യപ്പെടുകയാണ്. അതല്ലേ പറഞ്ഞ് നിനക്ക് കുട്ടിയുണ്ടാവുന്നു. ഇവിടെ ഈ ആയത്ത് ഇവിടെ കൊണ്ടുവരാൻ കാരണം എന്താ? ഇബ്രാഹിം നബി ആരാ? ഇനി വൈകുന്നേരം എന്താ കാണിക്കാന്ന് മേപ്പെട്ടൊക്കെ ഇരിക്കുന്ന കൂലിപ്പണിക്കാരനല്ല. പിന്നെ ആരാ? കൂലിയില്ല, പണിയില്ല, കർക്കിടക മാസമാണ്, 10 പൈസ കയ്യിലുമില്ല, പണിക്കോകാനും വയ്യ. ഇനിയിപ്പോൾ വൈകുന്നേരം ആരോടാ കടം വാങ്ങാന്ന് ആലോചിക്കണ ആളല്ല. ആര്? 4 ആൾ പോയേക്ക് വന്നാൽ ഒരു മൂലി നിറക്കാൻ മാത്രം യോഗ്യനാണ്. മനസ്സിലായില്ലേ? എന്നിട്ടും ആരല്ല? സുഖിയനല്ല. നമ്മളോ സുഖിയന, എന്നാലോ ഒന്നുമില്ല. മറ്റേതോ സുഖിയനല്ല. എന്നൊക്കെ പറഞ്ഞ ചിന്തിക്ക് 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 ചിന്തിക്ക്. നമുക്ക് 65-70 വയസ്സ് 90 ആയപ്പോൾ നമ്മൾ എങ്ങാനും ഒരു 18-19 വയസ്സായ പെണ്ണിനെ കിട്ടിയാൽ മാലിന്ന് അങ്ങ് നമ്മൾ വെട്ടി പുറത്താക്കിയിട്ട് നാട്ടിൽ നിന്ന് പുറത്താക്കും. നാട്ടിൽ നമ്മൾ കണ്ടവരുണ്ടോ നോട്ടീസ് ഒടിക്കും. കണ്ടവരുണ്ടോ? തന്ത ഈ കാലത്തും മെനക്കെട്ടത് എന്തിനാന്ന് പറയും. ഇത് 18-20 വയസ്സായ കുട്ടിയാ, ഭാര്യ. എന്നിട്ട് ഭാര്യ വന്ന് കാണാൻ പുറാക്കും. പക്ഷേ സുഖിയനല്ല. അതിന് മാത്രം പണിയുണ്ട്. അപ്പോൾ അതിന് മാത്രം തലച്ചോറുണ്ടാവും. എൻ്റെ പണി മരുഭൂമി വിട്ടിറക്കണം. നമ്മളെ മനസ്സിൽ എന്തില്ല? മരുഭൂമിയില്ല. നമുക്കാകെ 25 അതിനൊരു കരച്ചിൽ കരഞ്ഞാൽ ഈ തോട്ടത്തിൽ മറ്റേ തോട്ടത്തേക്ക് ചാടും. നമുക്ക് ഇടക്കിടക്ക് ഒരു 25 വരണമെന്നേ ഉള്ളൂ. അത് നമ്മളെല്ലാവരും പള്ളി കൂടും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ ഈ തോട്ടത്തിൽ മറ്റേ ഒറ്റച്ചാട്ടം. ഇല്ല, ബോധമാണ്. ബോധമുള്ളവന് തലവേദന ഉണ്ടാവും. ബോധം വേണ്ടത്, വിവരമല്ല. വിവരം 10 കോടിയിൽ ഒരാൾക്കുണ്ടായാൽ മതിയാവും. ബോധം എല്ലാവർക്കും ഉണ്ടാവണം. നിങ്ങളെൻ്റെ കൂടെ അല്ലേ? വിവരം എന്ന് പറഞ്ഞത് ഒരു ചുക്കുമല്ല. ബോധം ചുക്കുവാണ്, മുളകുമാണ്, എല്ലാം ബോധം. ഇന്ത്യയിൽ എല്ലാവർക്കും ബോധമുണ്ട്. ആർക്കും അറിവില്ലെങ്കിൽ അവർ ചൈനയിൽ അറിവുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെടുത്ത് പോകും. അല്ലെങ്കിൽ പ്രതിനിധിയെ പറഞ്ഞാൽ വിവരം വാങ്ങും. ആണോ അല്ലേ? പറ. ഇന്ത്യയിലെല്ലാവർക്കും, ഇന്ത്യയിൽ 141 കോടി ജനങ്ങൾക്കും അറിവുണ്ടായി. ഒരാൾക്കും ബോധമില്ലെങ്കിലോ? മൃഗങ്ങളെ പോലെ ഉറങ്ങും. വളരെ ചിന്തിക്ക് 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 ചിന്തിക്ക്. തലക്ക് കേറിയിരിക്ക്, തലക്ക് കേറ്. ബോധം 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 എന്നതാണ് ബോധം. ബോധം. فإذا جاءت الصاخة يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى. വലിയ അട്ടഹാസം വന്നാൽ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, മനുഷ്യൻ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് അവന് ബോധമുണ്ടാവും. ബോധം, അറിവല്ല. എന്ത്? ഉറക്കെ പറ. അറിവ് 100 കോടിയിൽ ഒരാൾക്ക് മതി. 100 കോടിയിൽ ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ 100 കോടി ജനങ്ങൾക്ക് ഉപകരിക്കാം. മനസ്സിലായില്ലേ പറഞ്ഞത്? 100 കോടിയിൽ 100 കോടിക്കും അറിവുണ്ട്. ഒരാൾക്കും ബോധമല്ലെങ്കിൽ ഒന്നോട് നടക്കൂല. ആണോ അല്ലേ? ഉറക്കെ പറ. അറിവല്ലടാ വിഷയം, ബോധം. അറിവോ? അറിവ് കോടാനക്കോടിയിൽ ഒരാൾക്കുണ്ടായാൽ മതി. എല്ലാവർക്കും അറിവുണ്ടാവും. ഒരാൾക്കുണ്ടായാൽ എന്തുണ്ടെങ്കിൽ എല്ലാവർക്കും ബോധം ഉണ്ടെങ്കിൽ. ഇന്ന് എല്ലാവർക്കും അറിവുണ്ട്, ഒരാൾക്കും ബോധമല്ല. അതാണ് പ്രശ്നം. അറിവുള്ളവർക്കുണ്ട്, ബോധമല്ല. പുണ്യ റസൂൽ അവസാന കാലം വരുമ്പോൾ ആകാശത്തിൻ്റെ ചോട്ടിലെ ഏറ്റവും നികൃഷ്ടവർഗം പണ്ഡിതന്മാരായിരിക്കും. ഇന്നത്തെ പണ്ഡിതന്മാർ അങ്ങനെ ആയി എന്ന് ഞാൻ പറയല്ല, ആയിട്ടില്ല എന്ന് ഞാൻ പറയല്ല, അതെനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ദിവസം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. ഉലമാഉഹും, അവരുടെ കാലഘട്ടത്തിൽ ഉലമാഉഹും ഇൽമുള്ളവർ, ബോധമുള്ളവർ എന്നാണോ പറഞ്ഞത്? അപ്പൊ അവർക്ക് എന്തുണ്ട് നബി സമ്മതിച്ചു?
പറയണ കുട്ടി അവർക്ക് അവരുടെ ജനതയിൽ എന്തുണ്ട്? ഉലമാഉഹും അവരുടെ കൂട്ടത്തിലെ പറയാൻ എന്താ പേടിക്കണേ? നിങ്ങൾ എന്തിനു മേജറാണ്? നിങ്ങൾ പറയുന്നത് പേടിക്കണ്ടല്ലോ. എൻ്റെ മേൽക്കല്ലേ മറ്റേ ക്യാമറ. നിങ്ങൾ പറഞ്ഞ ആരും കേൾക്കില്ലല്ലോ, നിങ്ങൾ ട്രോളുമില്ലല്ലോ. എന്നാണോ അവരുടെ കൂട്ടത്തിലെ ജാഹിലീങ്ങളാണോ അവരുടെ കൂട്ടത്തിലെ ആലിമീങ്ങൾ? അപ്പൊ അവർക്ക് എന്തുണ്ട്? ഇൽമുണ്ട്. നബി അംഗീകരിച്ചില്ലേ? ഇൽമുണ്ട്. പക്ഷേ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടര് ആ ഉലമാക്കളായിരിക്കും. ഇൽമുണ്ടോ? ഉണ്ട്. ബോധമുണ്ടോ? ഇല്ല. പറയടോ, നിന്നെ പേടിക്കണേ? ഇൽമില്ലേ? ഉണ്ട്. എന്തില്ല? ബോധമില്ല. മക്കയിൽ ഒരാൾ ജനിച്ചു. ആ മനുഷ്യന് 40 വയസ്സായപ്പോൾ ആ മനുഷ്യന് അല്ലാഹു ഇൽമ നൽകി. പരിസരത്തെ ജനങ്ങൾക്കൊക്കെ ജഹ്ല. പക്ഷെ ഒരു മനുഷ്യന് ഇൽമ നൽകി. ആ ഇൽമിലേക്ക് ചില ആളുകൾക്ക് ബോധം കൊടുത്തു. അവരൊക്കെ സ്വഹാബികളായി. ആ മനുഷ്യനാകുന്ന ബഹറിൽ നിന്ന് ഒരു കൈക്കൊമ്പിളും കോരി അത്ര അവർക്ക് ആ മനുഷ്യൻ മരിക്കുമ്പോഴും ഇൽമില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? തീരുമാനിക്കും. ഈ മനുഷ്യൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുന്ന സമയത്ത് ആ കൂടിയ 1.25 ലക്ഷം സ്വഹാബികൾക്ക് ബഹറിൽ നിന്നൊരു കൈക്കുമ്പിൾ കോരി അത്ര പോലും ആ മനുഷ്യനിലേക്ക് ചേർത്താൽ എന്തില്ല? ഇൽമില്ല. അമ്പിയാക്കൾക്കില്ല. പിന്നെന്താ ബരിക്ക്? അമ്പിയാക്കൾക്കൊരില്ല എന്ന് പറഞ്ഞില്ലേ? فالنبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول لله ملتمس. നബിമാർക്ക് പോലും ഈ നബിയുടെ ഇൽമിൽ നിന്ന് ബഹറിൽ നിന്ന് ഒരു കൈക്കോരി അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെ സ്വഹാബികൾക്ക് ഉണ്ടാവൂ? നബിമാർക്ക് അത്രയല്ലേ ഉള്ളൂ. ഒന്ന് പറയണ മോനെ. وكلهم من رسول لله ملتمس غرفا من البحر أو رشفا من الديم. റഷ്ഫു മിന ദിയമി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദീമത്തിന്റെ ബഹുവചനം ദിയമ്. ദീമത്ത് പറഞ്ഞാൽ ചാറ്റൽ മഴ. റഷ്ഫ് എന്ന് പറഞ്ഞാൽ അൽ മസ്സു ബിശഫതൈൻ. അതായത് ചാറ്റൽ മഴ പെയ്തപ്പോൾ ഇങ്ങനെ ചുണ്ടു വെച്ചിട്ട് കൊടുത്തിട്ട് കിട്ടിയത് ഈമ്പി കുടിക്കുക. ഇതിനാണ് റഷ്ഫു മിന ദിയം അറിയാം. അതായത് അമ്പിയാക്കളുടെ വിവരം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫയാകുന്ന മാനത്തുനിന്ന് മഴ പെയ്തപ്പോൾ ചുണ്ടിൽ കുടിച്ച വിവരേ അവർക്കുള്ളൂ. നബിയോ ദുനിയാവാകെ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന മാനമാണ്. മനസ്സിലായില്ലേ? വാനവും മാനവുമാണ് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് ചാറ്റൽ മഴ, വലിയ മഴ പെയ്തിട്ടില്ല, ചാറ്റൽ മഴ പെയ്തപ്പോൾ അതിനെ ചുണ്ടുകൊണ്ട് ഈമ്പി കുടിച്ചവർ മാത്രമാണ് അമ്പിയാക്കൾ. പിന്നെ അങ്ങനെ സ്വഹാബികൾക്ക് നബിയിലേക്ക് എത്തിയ വിവരമുണ്ടാവും. മനസ്സിലായോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകുന്ന ഇൽമിൻ്റെ ബഹറിൽ നിന്ന് സ്വഹാബികൾ പോലും ഒരു കൊയ്ക്കുള്ളിനപ്പുറം കോരിയിട്ടില്ല. പക്ഷെ അവർക്ക് എന്തുണ്ടായി? ബോധമുണ്ടായി. മനസ്സിലായില്ലേ? ചിന്തിക്കുക. മനുഷ്യന് വേണ്ട ബോധമാണ്. എനിക്കൊരു രോഗം വിട്ടിറക്കണ്ട്. അവനാരാ? അവൻ തോട്ടത്തിന്റെ ഉടമക്കാരനായ അടിമയാണ്. അതാണ് ചിന്തിച്ചാലേ. എന്നാൽ എല്ലാം നിങ്ങൾക്ക് ഇന്നിപ്പം രാവിലെ ചായ കുടിച്ചു, അതിലേക്ക് കടി തന്നു, നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അങ്ങക്ക് ദുനിയ. ഇന്നലെ രാത്രി സന്തോഷപ്പെട്ട ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങി. നീ സന്തോഷമില്ലേ? 4 ആളോ വരെ പഠിച്ചവൻ നിനക്ക് അനുവദിച്ചിട്ടുണ്ട്. തല്ല് പെണ്ണുങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്നോട് ചോദിക്കരുത്. അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യൻ്റെ തല്ല് കൊള്ളാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അനുവാദം അള്ളാഹുത്തല നാലെണ്ണത്തിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഉറക്കെ പറ, മനസ്സിലായോ? നിങ്ങൾ കേട്ടാ മനസ്സിലായോ എന്നല്ല. നിങ്ങൾ പെണ്ണിട്ട് ഇറങ്ങിയിട്ട് 2ാമത്തെ പെണ്ണിട്ടണമെന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നിട്ടുണ്ട്. ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തില്ല? ബോധമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മനുഷ്യൻ സുഖിയൻ എങ്ങനെയാണ്? ഒരു ചായ അങ്ങനെ കുടിച്ച് ഇരുന്ന് അങ്ങനെ കുടിച്ച് തേന പോലെ ആസ്വദിച്ച് ചായ കുടിക്കാം. ഒരാസ്വാദനമില്ലാതെ മട്ടൻ ബിരിയാണി നിന്ന ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് മദ്രാസിലേക്കുള്ള ബാംഗ്ലൂർ മദ്രാസ് റൂട്ടിൽ നിന്ന് മിനിഞ്ഞാന്ന് രാത്രി ഞാനൊരു ചായ കുടിച്ചു. 1.5 ചായ. മനസ്സിലാണ്ട് പറ. അപ്പോൾ ഇത്രയുള്ളൂ ചായ. ചില ചായ ഉണ്ട് ഇത്ര പോകുന്ന ഗ്ലാസ്. അതൊരു ചായ. അത് നോക്കുക. നിങ്ങൾ ആസ്വദിച്ച് കുടിക്കുക.
സുഖിയൻ ആസ്വദിച്ചു കുടിക്കും. നമ്മളൊക്കെ കയ്യിൽപ്പെട്ടതാണ്. അതേസമയത്ത് ബിരിയാണി തിന്നും ചില ആളുകൾ, അവർക്കത് വെള്ളച്ചോറ് പോലും അനുഭവിക്കില്ല. എന്ത്? ഒരാളെ മനസ്സ് ദുനിയാവിലുണ്ട്, ഒരാളെ മനസ്സ് ദുനിയാവിൽ ഇല്ല. വളരെ ചിന്തിക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തിനു പറഞ്ഞ ഒക്കെ ഉണ്ടാണ്. എന്തും ആസ്വദിക്കാം, ഹലാലാക്കിയൊക്കെ ആസ്വദിക്കാം. ഹലാൽ തന്നെ വളർച്ചയുണ്ടല്ലോ, ഹലാൽ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള എല്ലാ പാനീയങ്ങളും ഹറാമാക്കിയിട്ട് കള്ള് മാത്രം ഹലാലാക്കിയിരുന്നെങ്കിൽ നമ്മൾ എന്താ പറയാ? ഈ ലോകത്തെ എല്ലാ പാനീയവും ഹറാമാക്കിയിട്ട് കള്ള് മാത്രം അല്ലാഹു ഹലാലാക്കിയ നമ്മൾ എന്താ പറയാ? ഇതെന്ത് പഠിച്ചോനാണ്? ആകെ കുടിക്കാൻ പറ്റിയത് ഈ ഒരു സാധനം മാത്രം. ഇതെന്ത് പഠിച്ചോനാണിത്? അതേ സമയത്ത് എല്ലാ പാനീയം ഹലാലാക്കിയിട്ട് ഒരു കള്ള് മാത്രം ഹറാമാക്കിയോളും നമ്മളെന്താ പറയുന്നത്? കള്ള് പെട്ടിട്ട് കുടിക്കാൻ പറ്റൂല. എന്ത് പഠിച്ചോനാണ്? ചിന്തിക്ക്. ഈ ലോകത്തുള്ള എല്ലാ പാനീയവും ഹലാല, എന്തൊഴികെ കള്ളൊഴികെ. എന്നിട്ട് കുറ്റം പഠിച്ചോനാ. നോക്കി നിങ്ങൾ, കള്ള് പെട്ടിട്ട് കുടിക്കാൻ പറ്റൂല. അത്യാവശ്യം എന്തെങ്കിലും മനുഷ്യനെ തിന്ന കള്ള, അത് പെട്ടിട്ട് കുടിക്കാൻ പറ്റൂല. എന്ത് പഠിച്ചോനാ? ശരി, തിരിച്ച് പറയടോ. അല്ലെ, അങ്ങനല്ലേ? ഈ ലോകത്തുള്ള എല്ലാ പാനീയവും, ഈ ദുനിയാവിലെ എല്ലാ പാനീയവും ഹലാല. എന്തേ ഹറാമുള്ളൂ? ഒന്ന് only one. എന്നിട്ട് കുറ്റം പഠിച്ചോന. തിരിച്ചാണെങ്കിലോ ഈ ലോകത്തെ എല്ലാ പാനീയം അല്ലാഹു ഹറാമാക്കി, കള്ള് മാത്രം ഹലാലാക്കിയോ അപ്പോഴും കുറ്റം പഠിച്ചോൻ തന്നെയാണ്. പഠിച്ചോന് കുറ്റം ഒഴിവാവില്ല. എന്തുകൊണ്ട്? സുഖിയന്റെ മനസ്സായത്. ഇതൊക്കെ തല കൊടുത്ത് ചിന്തിക്കണം. എല്ലാം തന്നു. 2 തോട്ടം നിന്നു. ഒന്ന് പ്രവിശാലമായ തോട്ടാണ്. ആ തോട്ടത്തിന്റെ സൗകര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അതിന് മാത്രം വിശാലം. പിന്നെ അത്യാവശ്യം തോട്ടവും ഉണ്ട്. സ്വർഗം കാണുമ്പോൾ മനുഷ്യൻ വിചാരിക്കും അത് ഭൂമിയാണ്. അതായത് ഒരു തരം സ്വർഗമാണെന്ത്? ഒന്ന് പറമ്മുനെ ഒരു തരം സ്വർഗമാണെന്ത്? ഭൂമിയാ. സ്വർഗത്തിലേക്ക് കയറാൻ പറഞ്ഞാൽ സ്വർഗം നോക്കുന്ന മാത്രയിൽ മനുഷ്യൻ സ്വർഗം എന്നല്ല ഭൂമി എന്ന് പറയാം. ഭൂമി